നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. പക്ഷെ ഗിരിയും ഗോപാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജുന് നന്നായിട്ട് അറിയില്ലേ? ഞാൻ അയാളെ തള്ളിപ്പറയുന്ന പോലെ അവന് പറയാൻ ബുദ്ധിമുട്ട് കാണും. ആ ബുദ്ധിമുട്ട് മനസ്സിലാവാത്തതുകൊണ്ടാ അയാളുടെ കൂടെ ഗിരിയേട്ടൻ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ട് സഹിച്ചു നിൽക്കാത്തത്. എന്ന് കരുതി എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് അയാളെ ക്ഷണിക്കാന്ന് പറഞ്ഞ പോട്ടേന്നെ, അയാള് പോയില്ലേ? പോയി. നാണം കെട്ട് തല താഴ്ത്തി ഗോപാൽജി പോയി. നിനക്ക് സമാധാനായി കാണുമല്ലോ അല്ലേ? ആ, സമാധാനമായി. അതിനിപ്പോ എന്താ? മോളെ, എന്റെ അച്ഛനെ കൊന്ന ആ മനുഷ്യനെ ഞാൻ എടുത്ത് തലേ കയറ്റി വെക്കണോ? മഞ്ജു, നീ ഇങ്ങനെ ദേഷ്യത്തിനെടുത്ത് ചാടല്ലേ. ഒന്ന് ശാന്തനായിട്ട് ആലോചിച്ച് നോക്കി. മഞ്ജു പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് നിനക്കപ്പം മനസ്സിലാവും. ഇവൾക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും കല്യാണം കൂടാൻ വന്ന ആളെ ഇറക്കി വിടുന്നത് മര്യാദയാണോ? അദ്ദേഹം ഈ കല്യാണം കൂടിയാൽ ആർക്ക് എന്ത് നഷ്ടം വരിക? എനിക്ക് നഷ്ടം സംഭവിക്കും. ആ ദുഷ്ടൻ ഈ കല്യാണം കൂടിയിരുന്നെങ്കിൽ എന്റെ അഭിമാനവും സമാധാനവും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടേനെ. എടാ, നിനക്കൊരു മടിയില്ലാതെ എങ്ങനെ മഞ്ജുവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹവുമായി എനിക്കുള്ള ബന്ധം എന്താണെന്ന് നന്നായി അറിയാവുന്ന നീ തന്നെയാണോ ഈ ചോദിക്കുന്നത്? അദ്ദേഹം തന്ന ഗിഫ്റ്റ് നിനക്ക് വേണ്ടെങ്കിൽ അത് മാന്യമായി പറഞ്ഞൂടെ? അത് ചവിട്ടി തെറിപ്പിച്ച് അദ്ദേഹത്തെ ഇത്രയും ആളുകളുടെ മുന്നിൽ നാണം കെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഗിരിയേട്ടിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അയാളുടെ ഗിഫ്റ്റിനെ മാത്രം ചവിട്ടിയത്. ഇല്ലെങ്കിൽ അയാളുടെ നെഞ്ചം കൂടി നോക്കി ഞാൻ ചവിട്ടിയനെ. അതെ, നിങ്ങൾ ഇതൊന്നും കാര്യാക്കണ്ട. വാ മോളെ, കുറച്ച് ബന്ധുക്കൾ കൂടി പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ട്. അമ്മേ, അവര് തമ്മിലുള്ള പ്രശ്നമൊന്നും തീർക്കണ്ടേ? നിങ്ങൾ വിചാരിച്ചാലൊന്നും തീരാൻ പോകുന്നില്ല. അവര് കുറച്ചു നേരം കൂടി വഴക്കിട്ട് കഴിഞ്ഞാൽ തനിയെ തണുത്തോളും. നിങ്ങളുടെ മൂഡ് ഇത് കാരണം നശിക്കരുത്. എന്റെ മക്കള് നല്ല ഹാപ്പി ആയിട്ടിരുന്നാ മതി. ഇന്ന് നിങ്ങളുടെ ചിരിക്കുന്ന മുഖമേ എനിക്ക് കാണണ്ടു. അവരെ ഒരുമിപ്പിച്ചത് ദൈവമാണെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നം തീർക്കാനും ദൈവം പറ്റിയ ആളെ അയക്കും.